എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഇതാണ് എനിക്ക് സഹിക്കേണ്ടി വന്നത്. കാരണം ഞാനല്ല തെറ്റ് ചെയ്തത്. പക്ഷെ ഇതറിഞ്ഞ് കേസ് കൊടുത്തപ്പോ തൊട്ട് രാത്രി വരെ ഇരുത്തുക, പിന്നെയും 3 ദിവസം ഇതിനു വേണ്ടി തന്നെ രാവിലെ ചെല്ലുക, രാത്രി വരെ ഇരുത്തുക. അത്രയും ഞാൻ അന്ന് ഇതായതിനെക്കാട്ടി മാനസികമായിട്ട് അവരെന്നെ വരുന്നവരുടെയും പോണവരൊക്കെ മുമ്പിൽ ഇങ്ങനെ എത്തിയിട്ട് അസഭ്യമായ അതെനിക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് ആൾക്കാരുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് എന്നോട് ചോദിക്കും. എനിക്ക് ആ സമയത്ത് എനിക്ക് അതിന്റെ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇതുണ്ടാവില്ലല്ലോ. ആ മാനസികാവസ്ഥ പോലും ഇല്ലാതെ ചൂടാവലും വളരെ ഇതായിട്ടാണ് ഞാൻ ഇതായത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണോന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ അന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വിട്ടത്. പക്ഷെ ഞാൻ മൊഴി കൊടുത്തേക്കണത് ഒരിക്കലും ഇത് സംഭവിക്കാത്തതല്ല, സംഭവിച്ചതാണ്. അത് ഞാൻ ഒരിക്കലും എന്നെ കൊന്നാൽ പോലും നാളെ ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കില്ല. തൃശ്ശൂർ പോയാൽ അവര് ഞങ്ങളെ കൊല്ലും, അത് എന്തായിക്കോട്ടെ. പക്ഷെ എന്തായാലും ഇത് നടന്ന സംഭവം ഒരിക്കലും എന്നെ ഇനി എന്തൊക്കെ ആൾക്കാർ ഇനി എന്ത് വരുത്തിച്ചാലും ഇത് ഉണ്ടായ സംഭവമാണ്. അല്ലാതെ അത് ഞാൻ മൊഴി പറഞ്ഞിട്ടില്ല. എനിക്ക് പരാതി ഇപ്പൊ തൽക്കാലം പിൻവലിക്കണമെന്ന് മാത്രമാണ് ഞാൻ അന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്. തൃശ്ശൂര് വെച്ചിട്ടാണ് അന്ന്. അതെ, ലൈറ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂര് വഴിക്കാണ് ഒന്ന് പോയത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇതെന്ത് ഇങ്ങോട്ട് പോണതെന്ന് വെച്ചിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്ക് അറിയാൻ പറ്റണില്ല. അങ്ങനെ അവരവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീടിന്റെ ഉള്ളിൽ അങ്ങനെയാണ് അവിടെ വെച്ച ഇതായത്. പിന്നെ അവരെന്റെ ഇതെടുത്തിട്ടുണ്ട് പറഞ്ഞു മീഡിയം. അതാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ ഇപ്പൊ 4 പേര്. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ല. എന്നിട്ടിപ്പൊ കേസ് കൊടുത്തിട്ട് പിൻവലിച്ചു. അന്ന് അങ്ങനെയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടൂടെ. പിന്നെ ഉപദ്രവിക്കുമ്പോ പിന്നെ ഞങ്ങൾ ഒളിച്ചു മാറി നടക്കുക, അവര് പിന്നെ ഇതായിട്ട് ഞങ്ങൾ ഉപദ്രവിക്കുക. സ്വന്തം ഇപ്പൊ ആ വീട് തൃശ്ശൂരിലേക്ക് കാലുകുത്തിയിട്ട് 3 മാസം ആവാൻ പോണു. ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഇതല്ല. എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയം എല്ലാത്തിലും ഇല്ലേ നല്ലതും ചീത്തതും. എന്നെ അന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആ പോലീസുകാരിലും ഉണ്ട് നല്ലവരുണ്ടായിരുന്നു. അവരും നല്ല ഇതായിട്ടാണ് എന്നോട് ഞങ്ങളെ രണ്ടുപേരെയും പട്ടികളെ പോലെ ഇരുത്തിയിട്ടാണ് പെരുമാറിയത്. അത് നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം അങ്ങനെ പറഞ്ഞ് ഇതാക്കരുത്. ഉന്നതം എന്ന് പറഞ്ഞ അവരുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടാതെ. അത് CPM കൗൺസിലറാണ് വടക്കാഞ്ചേരിയില്. പേര് ജയന്തൻ. എന്റെ അടുത്ത് വരാനുണ്ടായ ഒരു സാഹചര്യം, ഞാൻ ഒരു ചാനലില്, കൈരളി ചാനലില് രാത്രി വാർത്തയിലിരുന്ന് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബലാത്സംഗത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നു. പക്ഷെ കേരളത്തിൽ പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം അച്ഛന്റെ മക്കളെ പ്രസവിച്ച പെൺകുട്ടികൾ, സഹോദരന്റെ മക്കളെ പ്രസവിച്ച പെൺകുട്ടികളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പ്രത്യേക ജില്ലകളിലൊക്കെ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറയുന്നില്ല, പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല.
ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് ബലാത്സംഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ വാർത്തയിൽ പറഞ്ഞത് കേട്ടിട്ട് ഈ കുട്ടി രാത്രി എന്നെ വിളിച്ചു, എനിക്കൊന്ന് കാണണം, എന്താണ് എന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം ഞെട്ടി. ഇത് വെറുതെ പറയുന്നതാണോ? അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് വരൂ കാണാമെന്ന്. എന്റെ വിചാരം തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്, ഞാൻ വരും, ഇനി എത്ര ദൂരെയാണെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം രാവിലെ എന്റെ വീട്ടിലെത്തി. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലിരുന്ന് എന്നോട് പറഞ്ഞ് ഏറ്റവും ദയനീയ അവസ്ഥയിൽ ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല, അതെല്ലാം ശരിയാ, പക്ഷേ മാഡം നമ്മുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ആ CI എന്നോട് ചോദിച്ച വാക്കുകളാണ് എന്നെ ഏറ്റവും ബലാത്സംഗത്തിന് ഇരയാക്കിയത്. 4 പേർ ബലാത്സംഗം ചെയ്തതിനേക്കാൾ ഞാൻ വേദനിച്ചു. 4 പേരിൽ ആരാണ് നിനക്ക് അധികം സുഖം തന്നത്? നിങ്ങളുടെ രീതി എങ്ങനെയാണ്? സൈസ് കൂടിയവരാണോ, സൈസ് കുറഞ്ഞവരാണോ? ഇത്തരം വാക്കുകൾ ആണ് ആ കുട്ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഇത് പറയുമ്പോ ആ കുട്ടി അലമുറയിട്ട് എന്റെ വീട്ടിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു. എനിക്ക് എന്റെ കൺട്രോൾ തന്നെ വിട്ടുപോയി. എനിക്കത് വല്ലാത്തൊരു വേദനയായിരുന്നു അന്നുണ്ടാക്കിയത്.